എന്താടാ? നിങ്ങൾ ആൻസി വർഗീസിനെ കൊണ്ടുവന്ന് നിന്റെ മറ്റവളാക്കാനല്ലേ ഈ കള്ളക്കഥയൊക്കെ ഉണ്ടാക്കുന്നത്? പക്ഷെ അവളുടെ 2 കൊച്ചുങ്ങളും എൻ്റെ കൂടെ. അത് നിങ്ങൾ മറക്കരുത്. ഇതെനിക്കൊരു ബിസിനസ്സാ. ആ ജോബി, ചുമ്മാ ചിരിക്കല്ലേ നീ? എടാ, എൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ് ആ ബിച്ചൻ്റെ മുമ്പിൽ കൊണ്ടു കാണിച്ചു. ഹേയ്, വാട്സപ്പ് ഒന്നും ചെയ്യില്ല. എനിക്കൊരുത്തനെയും വിശ്വാസവുമില്ല. ഐ ഹാവ് നോ വറീസ് അബൌട്ട് മൈ കരിയർ. അമ്മായിപ്പൻ്റെ കോടികളാണ് ഇപ്പോൾ എൻ്റെ കൈയുള്ളത്. പെട്ടു പോകുന്നതേ നീയും സുധിയൊക്കെ. ഗവൺമെൻറ് ജോലിയല്ലേ നിനക്കൊക്കെ? ഡേയ്, ഞാൻ ഒരു ഡൗട്ട് പറഞ്ഞതാ. ചിലപ്പോൾ നിങ്ങളതും കാണും. ദാറ്റ്സ് ഓൾ. എന്നെ ലോക്കാക്കാൻ വേണ്ടി എൻ്റെ മാത്രം തപ്പിയെടുക്കാനേ ചാൻസ് ഉള്ളൂ. ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തേ ഉള്ളൂ. വിട്ടേക്കടാ. പല്ലവി അറിഞ്ഞാലോ? കോളേജിൽ കണ്ട പപ്പിക്കുട്ടിയൊന്നും അല്ലടാ അവള്. അവളൊരു അടാറ് ജീവിയാ. കൂടി വന്ന് ഡിവോഴ്സ് ചെയ്യും. വേറൊന്നും സംഭവിക്കില്ല. തന്തയുടെ കയ്യിൽ കുറേ കോടികളുണ്ടല്ലോ. അല്ലെങ്കിൽ പോട്ടെ. ഓക്കെ എങ്കിൽ ശരി, വിളിക്കാം. മോൻ ഇത് കണ്ടോ? കണ്ടോ? ഇതിലെ പേരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്താ? ഋഷിശങ്കർ സൺ ഓഫ് ഹരിശങ്കർ. കറക്റ്റ് അല്ലേ? അല്ലേ? ദേ, ഇത് കണ്ടോ? ബിടെക്കിന് ചേരാൻ സബ്മിറ്റ് ചെയ്ത മാർക്ക് ലിസ്റ്റ്. ഇതിൽ മീശയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫുൾ A+കാരൻ്റെ സർട്ടിഫിക്കറ്റ്. മോനെ, ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലല്ലോ. മമ്മി, ഞാൻ ഡ്രൈവ് ചെയ്യല്ലായിരുന്നോ? എന്തായി കാര്യങ്ങള്? നീ അയാളെ കണ്ടോ? കണ്ടു. എന്തു പറഞ്ഞു മോനെ? മാനക്കേടായിപ്പോയി. മാനക്കേടോ? ആക്ഷേപിച്ച് ഇറക്കി വിട്ടു. ഇടി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കൈവിട്ട കളിക്ക് പോലെന്ന് പറഞ്ഞില്ലേ? നിന്റെ ഈ 400 കോടി 500 കോടി എന്ന് പറഞ്ഞാൽ അവൻ വീഴത്തൊന്നുമില്ല. മോനെ, ഈ ചാനൽ തുടങ്ങാൻ ഫണ്ട് ഇറക്കാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ ചാനൽ തുടങ്ങാനൊന്നും അയാൾക്ക് താല്പര്യമില്ല. അയാൾ ഒറ്റയ്ക്കെന്നുള്ള കളിയാ. അയാൾക്ക് പൈസ വല്ലതും കൊടുത്താ ഒതുങ്ങോ? ഒതുങ്ങും അയാള്. പക്ഷെ 100 കോടിയാ ചോദിക്കുന്നത്. 100 കോടിയോ? 100 കോടിയോ? എവിടുന്നെടുത്ത് കൊടുക്കാന്? ഒന്നും വേണ്ട. മമ്മി, ചിറ്റപ്പനെ സംവിധായകനാക്കാൻ കുറച്ച് ഫണ്ട് മാറ്റി വെച്ചിട്ടില്ല നമ്മള്. ഒരു 150 കോടി. ആ പടം ഓടി കാശ് കിട്ടുന്നു വല്ല ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് 100 50 കൊടുത്താൽ അയാളങ്ങ് ഒതുങ്ങത്തില്ലേ? വെറുതെ പൈസ എന്തിനാ വെള്ളത്തിലൊഴുകും നമ്മള്? അനന്തം സിനിമയുടെ കാര്യം പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് ഓടയല്ലേ? ആർട്ടിസ്റ്റിന് അഡ്വാൻസ് കൊടുത്തു, ലൊക്കേഷൻ ഫിക്സ് ചെയ്തു. മാത്രമല്ല, ഇതുവരെ 4.5 കോടി ചെലവായി. ഇന്നലെ ഒരു 60 ട്രാൻസ്ഫർ ചെയ്തു. അതും വെള്ളത്തിൽ ഒഴുകിയതുപോലെ ആവോടി. ഒഴുക്കിയെങ്കിലേ അത്രയല്ലേ പോകത്തുള്ളൂ. ഋഷി പറയുന്ന പോലെ പടം ഇറക്കി കഴിയുമ്പോഴേ മൊത്തത്തിൽ അങ്ങ് വെള്ളത്തിൽ ഒഴുകിപ്പോയാൽ എന്ത് ചെയ്യും? ആ അതെ,
എന്നാ നമുക്കതൊന്ന് ആലോചിച്ചാലോ? ഋഷി പറയുന്ന പോലെ. എന്നാ പിന്നെ അയാളെ വിളിച്ചു വരുത്തി ഒന്ന് സംസാരിച്ചു നോക്ക്. ഋഷി തന്നെ ഒന്ന് സംസാരിക്കേ. ഏയ് അത് വേണ്ട, ഞാൻ പറഞ്ഞ അയാൾ വിശ്വസിക്കത്തില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് പോകണം. നമുക്കേ അനന്തനെ കൂടെ തന്നെ സംസാരിപ്പിച്ചാലോ? അനന്തരം കൊണ്ടോ? ആ, ഈ KGSന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാ? അവനല്ലേ? അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ ഈ KGS കിടന്ന് ഓടുന്നത്? കാശിന് വഴങ്ങുന്നവനാണെങ്കിലേ അവളുടെ ഭർത്താവ് അനന്തൻ തന്നെ നേരിട്ട് ചെന്ന് അവനെ സ്വാധീനിക്കുന്നതാ നല്ലത്. അപ്പൊ കുറച്ചുകൂടെ ബലം കിട്ടും. ആ, അതാ നല്ലത്. അനന്തൻ ചിറ്റപ്പനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിട്ടെ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? മമ്മി, ഉം? ഈ ആൻസി വർഗീസ് പ്രസവിച്ച 2 മക്കളും ഇപ്പൊ നിങ്ങളുടെ സംരക്ഷണയിലല്ലേ? ആ, ആ കൊച്ചുങ്ങളുടെ തന്ത ബേബിച്ചായം പറഞ്ഞതുപോലെ KGS ആണെന്ന് ഉറപ്പിക്കും. എന്നിട്ട് ചിറ്റപ്പനെയും കുഞ്ഞുങ്ങളെയും മുൻനിർത്തി കളിക്കണം. അപ്പോൾ ആൻസി വർഗീസ് വന്ന് KGSന്റെ കാല് പിടിച്ചിട്ട് പറയും ഈ കേസെല്ലാം ഒഴിവാക്കണമെന്ന്. ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. എടി അവൻ എന്തുവായി പറയുന്നേ? കൊച്ചുങ്ങളെ കൊണ്ട് കുപ്പയിലെറിയാനോ? കുപ്പയെ കളയാനൊന്നും അല്ല മനുഷ്യ അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് കാര്യമാ. കൊച്ചുങ്ങള് ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് തോന്നിയാ അവളുടെ ചങ്കുരുകും അവന്റെയും. അപ്പൊ സൊല്യൂഷൻ അവള് തന്നെ KGSന്റെ അടുത്ത് പറഞ്ഞ് കേസ് ഒഴിവാക്കും. അതാ അവൻ പറഞ്ഞത്. ശരിയാ, പക്ഷെ അവനിപ്പോഴും അവന്റെ കൊച്ചുങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുകയല്ലേ? അവൻ എങ്ങനെയെങ്കിലും നിക്കട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാലോ. അവന്റെ കൊച്ചുങ്ങളെ എന്റെ അടുത്തല്ലേ നിൽക്കുന്നത്. ഞാൻ നോക്കിക്കോളാം അത്. എത്രയായി? 100. ആ, KGS സാറുണ്ടോ അകത്ത്? ആരാ? എവിടെന്നാ വരുന്നൊക്കെ കുറച്ച് ദൂരെ നിന്നാ. സാറുണ്ടോ? സാറുണ്ട്. നേരത്തെ വിളിച്ച അപ്പോയിന്റ്മെന്റ് ഒക്കെ വാങ്ങിച്ചായിരുന്നോ? ഓനാച്ചന് സാറിനെ കാണാനേ പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട. എന്റെ പേര് പറഞ്ഞാ മതി. തുറന്നാട്ട്. ഹലോ. ആ മാഡം, സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഓനാച്ചൻ. ആരാ? തോണിക്കര. തോണിക്കര. ഒരു ഓനാച്ചൻ എന്നാ പറഞ്ഞേ, തോണിക്കരയെന്ന്. സർ, ആൻസിയുടെ അമ്മാവനാന്ന് തോന്നുന്നു. താഴെ ഗേറ്റിൽ നിപ്പുണ്ട്. ആ വാ. ഹലോ, ഇങ്ങോട്ട് കയറ്റി വിടുക കേട്ടോ. ശരി ശരി മാഡം. ആ, ആ. ചെല്ലാൻ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലയോ വെറുതെ ഫോൺ ചെയ്ത് കാശ് കളയണ്ടെന്ന്. ഗേറ്റങ്ങ് അടച്ചേര്. നേരെ അങ്ങ് ചെന്നാ മതി. ആ ആ ആ ആ, വരൂ. ആ. ഇരിക്കൂ. സർ, ഇതാ കാണാൻ വന്നിരിക്കുന്നു. ആ വാ. ആ സാറേ, എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല സാറേ. വല്ലാത്ത പരവേശം. 3 പിള്ളേർ ഒരുമിച്ച് കൈവിട്ട് പോയപ്പോഴേ, ഓ എങ്ങനെ പറയുക, വല്ലാത്ത ദണ്ണം വരുമ്പോഴേ ഒരു 4 അടിച്ചങ്ങ് മലക്കുന്നതാ പതിവ്. ആരെങ്കിലും ഒന്ന് ചീത്ത വിളിച്ചാ അതൊരാശ്വാസമായിരുന്നു. ഇതിപ്പോ ഒന്നിനും മനസ്സ് വരുന്നില്ല സാറേ. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സാറിന് ബുദ്ധിമുട്ടായോ സാറേ? ഇല്ല, ഓനാച്ചി ഇരിക്കേ ഇരിക്കേ. ആ, ജയിലിൽ പോയി ആൻസിമോൾ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. സാറ് വിചാരിച്ചാൽ നടക്കും. അല്ല, രാത്രി നടക്കത്തില്ലെന്നറിയാം. രാവിലെ എങ്ങാനും കൊണ്ടുപോകാമെങ്കിലേ ഞാനിവിടെ പുറത്തെങ്ങാനും കിടന്നോളാം. നമുക്ക് നോക്കാം. പുറത്തൊന്നും കിടക്കണ്ട, അകത്ത് ഇഷ്ടംപോലെ മുറിയുണ്ടല്ലോ. ആദ്യം ഒരു ചായ ആയാലോ? ആയിക്കോട്ടെ. എന്നാ വാ വാ. ഇരിക്കേ. സുലൈമാനിയാ? കുഴപ്പമില്ലല്ലോ. ആ, 2 തുള്ളി അടിക്കണമെങ്കിൽ പത്മനാഭനെ പിടിച്ച കാര്യം നടക്കും കേട്ടോ. അയ്യോ, പത്മനാഭസ്വാമിയോ? പത്മനാഭസ്വാമിയൊന്നുമില്ല, നമ്മുടെ സ്റ്റാഫ് പത്മനാഭന്റെ കാര്യം പറഞ്ഞേ. അയ്യോ സാറേ, ഞാൻ അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. വല്ലപ്പോഴും സങ്കടം വരുമ്പം ഇച്ചിരി ഡെയിലിയുണ്ട്. സങ്കടം വരുമ്പോൾ മാത്രം.
ഓനാച്ചൻ എന്തിൻ്റെ സങ്കടമാ? ഒറ്റത്തടി, മക്കളൊന്നുമില്ല, പിന്നെന്താ? സാറേ, മക്കളില്ലാത്തതല്ല, പച്ചയ്ക്ക് പറഞ്ഞ വേണ്ടാന്ന് വെച്ചാണെന്ന് വെച്ചോ. എന്റെ വർഗീസച്ചായനെ നമ്മുടെ ആൻസിയുടെയും ആനിയുടെയും അപ്പൻ, അതുങ്ങൾ രണ്ടും കൊച്ചുങ്ങളായപ്പോ കിടപ്പിലായതാ. ഞാൻ അന്ന് കലാപരിപാടികളൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന കാലമാ. എന്ത് കലാപരിപാടിയാ? ഇതാണോ? അല്ലല്ല, കാക്കാരിശി നാടകം, പരിചമുട്ട്, പൊറാട്ട് നാടകം, വില്ലടിച്ചാമ്പാട്ട്, അങ്ങനെ കുറെ. അടുത്ത് കുടിക്കേ. അപ്പൊ ഈ കോളനിയിലുള്ള ആ സ്ത്രീ, അവരെ നിങ്ങൾ കല്യാണം കഴിച്ചു എന്നല്ലേ പറഞ്ഞേ? അതൊക്കെ കുറെ കഴിഞ്ഞു വന്നതല്ലേ സാറേ. ചവിട്ട് നാടകവുമായിട്ടേ എല്ലാ കൊല്ലവും വെട്ടുകാട് പള്ളിയിൽ പോകുന്ന പതിവ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് പുണ്യാളന്റെ വേഷമായിരുന്നു. സുഷമയ്ക്ക് പുണ്യാളനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആ പുണ്യാളന്റെ വേഷം അഴിച്ചു വെച്ചിട്ടേ ഇല്ല. പിന്നെ അങ്ങോട്ടൊരു 3-4 വർഷം അതിട്ട് അങ്ങോട്ട് ആടി. 5-ാം വർഷമേ അതങ്ങ് അഴിച്ചു വെച്ചു. അവള് കന്യാമറിയമായിട്ട് എന്റെ കൂടെ അങ്ങ് കൂടി. അപ്പോ കല്യാണം കഴിച്ച കാര്യമൊന്നും ആരും അറിഞ്ഞില്ല? ഏയ്, കല്യാണം കഴിച്ചിട്ടില്ല. അവള് സാറിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു? ഒരു താലി കെട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലയോ? സാറേ, ഈ കല്യാണം കഴിച്ചാലേ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങോട്ട് മാറും. പിന്നെ പിള്ളേരൊക്കെ അവരുടെ അവകാശമാവൂല്ലയോ? ആ, ഇപ്പോഴും കാണുമ്പോഴൊക്കെ കൊച്ചുങ്ങളില്ലാത്തതിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വഴക്കൊക്കെ ഇടും. ചുമ്മാതാ, 2 പേർക്കും അറിയാം ഒരിക്കലും കൊച്ചുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന്. അങ്ങനെ അങ്ങ് പോകുക. എന്റെ ആൻസി മോളും ആനി മോളും അവരെ അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ സാറേ? പറ്റുമോ? അല്ല, ആൻസിക്കും ആനിക്കും ഒക്കെ കൊച്ചാപ്പന്റെ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ആൻസിക്കൊച്ച് ഏതാണ്ടൊക്കെ ഊഹിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലയോ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവള് മനസ്സിൽ വെച്ചൊന്നും പെരുമാറാത്തത്. പക്ഷേ മറ്റവൾ അങ്ങനല്ല കേട്ടോ. ഹോ, ഒരു കോഴിക്കാലിന് വരെ കണക്ക് പറയും. സഹിക്കാൻ വെക്കുന്ന കാര്യമാണോ സാറേ അതൊക്കെ? ഞാൻ വെറുതെ ഇരുന്ന് തിന്നുക പോലും. ഞാനേ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കത്തില്ല. റബ്ബർ വെട്ടും, തുരിശടിക്കും, പാലെടുക്കും, അയ്യത്തെ പണികളെല്ലാം നോക്കും. എനിക്ക് ഹെലികോപ്റ്റർ ഒന്നും വേണ്ട. 1/2 ദിവസം കൊണ്ടേ 2.5 ഏക്കർ റബ്ബറിന് ഞാൻ തുരിശടിക്കും. ഞാൻ വെറുതെ ഇരുന്നിട്ടേ ഇല്ല. സാറേ, ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പേ അനന്തന്റെ തറവാട്ടിലൊന്ന് പോയായിരുന്നു, പിള്ളേരെ ഒന്ന് കാണാൻ. ഞാൻ ഗേറ്റിന്റെ മുന്നേ വരെ ചെന്നുള്ളൂ. അവിടുത്തെ മരുമോൻ ചെറുക്കൻ വണ്ടി എടുത്തോണ്ട് വന്നപ്പം എന്നെ കണ്ടു. കണ്ടില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അവൻ ചവിട്ടി അങ്ങ് നിർത്തി. ഇറങ്ങിയൊരു വരവാ ഇങ്ങോട്ട്. എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ സാറേ? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പിന്നെന്തൊക്കെയാ അവൻ പറഞ്ഞത്? വിഷമിക്കണ്ട, വിഷമിക്കാതിരിക്കെ. ജാമ്യം കിട്ടി ആൻസിക്ക് വരട്ടെ. അപ്പോൾ അവിടെ ചെന്ന് ആ കൊച്ചുങ്ങളെ വിളിച്ചുണ്ടെങ്കിൽ പോരണം. അതിനൊക്കെ അവർ സമ്മതിക്കുമോ സാറേ? സമ്മതിക്കാനെന്തിരിക്കുന്നു? അവര് പ്രസവിച്ച കുഞ്ഞുങ്ങളല്ലേ, ധൈര്യമായിട്ട് ചെല്ലണം. ധൈര്യമായിട്ട് കയറി ചെന്ന് വിളിച്ചിറക്കിക്കൊണ്ടെങ്കിൽ പോരണം. സാറേ, സാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് പോകും.
ഞാൻ ധൈര്യമായിട്ട് നിൽക്കും. ആൻസിമോള് പറഞ്ഞിട്ടുണ്ട് വെറുതെ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട്. അമാർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. രാഗി മിനിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. അതൊന്നും വേണ്ട. അതെ, നിങ്ങളുടെ മോൾ ആൻസി തെറ്റുകാരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല സാറേ, ഞാൻ വിശ്വസിക്കത്തില്ല. ആര് പറഞ്ഞാലും എന്റെ മോള് തെറ്റുകാരിയാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. എന്റെ 2 കുഞ്ഞുങ്ങളും അങ്ങനല്ല. ആൻസിമോളുമല്ല ആനിമോളുമല്ല. അവരൊന്നും പഴയ്ക്കത്തില്ല. ഞാൻ അവരെ വളർത്തിയത്. അവരെന്റെ കുഞ്ഞുങ്ങളാ, എന്റെ കുഞ്ഞുങ്ങള്. ആ വിശ്വാസം ഉണ്ടല്ലോ? ഉണ്ട് സാറേ. മതി, അത് മതി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. കേറി നിൽക്ക്. അതെ, അവളുടെ തുണിയോ മണിയോ എന്താ വെച്ചാൽ എടുത്തു കൊടുക്ക്. വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ എത്രയും വേഗം പ്രഖ്യാപിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അശ്ലീല വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ ആൻസി വർഗീസിന് കോടതി ജാമ്യം അനുവദിച്ചു. അശ്ലീല വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ പോലീസിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് റിമാൻഡിലായ പ്രമുഖ ഫാഷൻ ഡിസൈനർ ആൻസി വർഗീസിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അവള് 14 ദിവസം ജയിലിൽ കിടക്കണം, ഇറങ്ങരുതെന്ന് പറഞ്ഞല്ലേ നീ കാശ് കൊടുത്തത്? എന്നിട്ട് നീ തന്നെ വിളിച്ചു പറയുന്നു ജാമ്യം കൊടുക്കാൻ. അതെ, അവള് ജാമ്യം കിട്ടാതെ അകത്ത് കിടന്നാലേ ഈ KGS വീണ്ടും പ്രശ്നമാക്കും. ഋഷിയെ പറഞ്ഞുവിട്ട് അവനെ ഒതുക്കാൻ നോക്കിയിട്ട് നടന്നോ? ഇല്ലല്ലോ. അയാൾ എങ്ങനെയാ നീങ്ങുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോ നമ്മളും കരുതി തന്നെ നീങ്ങണം. ഈ ജാമ്യത്തിന്റെ കാര്യത്തിലെങ്കിലും KGS ജയിച്ചോട്ടെ. അങ്ങനെ അയാൾക്ക് നമ്മളോടുള്ള ശത്രുത കുറഞ്ഞു കുറഞ്ഞു വരണം. അടുത്ത ലക്കത്തിൽ KGS ഈവനിങ്സിൽ അയാൾ നമുക്കെതിരെ എഴുതരുത്. അതുകൊണ്ടാ ആൻസിയെ വിട്ടുകൊടുക്കാൻ ഞാൻ പറഞ്ഞത്. ഓ, അത് ശരി. അപ്പൊ അതാണ് നിന്റെ ബുദ്ധിയല്ലേ? എന്നാലും കാശ് കുറെ പോയില്ലോടി. പ്രേമേന്ദ്രൻ സാറിനല്ലേ അതവിടെ കിടക്കട്ടെ, അഡ്വാൻസ് ആയിട്ട്. ഇനിയും വേണ്ടി വരുമല്ലോ. ആ, ശരിയാ. എന്റെയും നിന്റെയും ജാമ്യത്തിന് വേണ്ടി വരും. അഡ്വാൻസ് കിടക്കട്ടെ. നിങ്ങൾ നാക്കു വളച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. അതെ, അനന്തൻ എന്തിയേ? മോളിലുണ്ട്. നിങ്ങളെ ആ സിനിമയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞ് അവനെ മീറ്റിങ്ങിന് പറഞ്ഞു വിട. ഇനി രാത്രിയിലേ വരാവൂ. അതെന്തുവാടി ഏർപ്പാട്? അതെ, ആൻസി വരുമ്പോ അനന്തൻ ഇവിടെ കാണരുത്. ആൻസി ഇങ്ങോട്ട് വരുന്നോ? അവള് നിന്നെ വിളിച്ചോ? ആ, വിളിച്ചു. എന്റെ മനുഷ്യ, ജാമ്യം കിട്ടി വരുന്ന അവൾ ഇങ്ങോട്ട് വരികയല്ലാതെ പിന്നെ എങ്ങോട്ടാ പോവാ? അവൾ പിള്ളേരെ കാണാൻ ഇങ്ങോട്ട് വരില്ലേ? അത് ശരിയാ, ഉറപ്പായിട്ടും വരും. അപ്പൊ അനന്തൻ ഇവിടെ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. കൊച്ചുങ്ങളെ അവള് വിളിച്ചോണ്ട് പോട്ട്, ശല്യമില്ലല്ലോ. അവൻ തടസ്സം നിക്കത്തുമില്ല. വിളിച്ചോണ്ട് പോവാനോ? പിന്നെ പിള്ളേര് 2 പേരും ഇവിടെ നിക്കണം. ഇവിടുന്ന് വിടാനൊന്നും പറ്റില്ല. പിള്ളേര് നമ്മുടെ കസ്റ്റഡി തന്നെ വേണം. എടി, നീ എന്തോ ആയി പറയുന്നേ? എടി, കൊച്ചുങ്ങൾ ഇവിടെ അല്ല വളരേണ്ടത്, കടലിൽ കൊണ്ട് തള്ളണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതെ, ഞാനിപ്പോ അതങ്ങ് മാറ്റി പറയാ. അതിനാ മാറ്റി പറയുന്നേ? അതെ, KGS ഈ കേസിനെ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് ഋഷി പറയുന്ന പോലെ ഈ കൊച്ചുങ്ങളെ 2നെയും നമ്മുടെ കസ്റ്റഡി തന്നെ വെക്കണം. ഒരു തീരുമാനം ഉണ്ടാവണം. ആ ആൻസിയും KGSും കൂടെ ഒരു തീരുമാനം അറിയിക്കുന്നത് വരെ. മനസ്സിലായോ? മനസ്സിലായി, മനസ്സിലായി. വാ. ചെല്ലടി, ചെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് വാ. ആ കവറിങ്ങട്. ജാമ്യം കിട്ടിയോ? കിട്ടിയേച്ചി. നിന്നെ താങ്ങാൻ മിടുക്കന്മാരുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കിടന്നാ കിടന്നതാ. നമുക്ക് ജാമ്യത്തിന് ഓടാനൊന്നും ഇപ്പൊ ആളില്ലാതായി. കളറും നല്ല പ്രായമൊക്കെ ആയിരുന്ന കാലത്ത് കൊണ്ടു നടക്കാൻ ആളുണ്ടായിരുന്നു.
പറഞ്ഞത്. ചേച്ചിയുടെ സിറ്റുവേഷനൊക്കെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞെന്നാ പറഞ്ഞത്. പ്രിയയുടെ കാര്യവും ചേച്ചിയുടെ കാര്യവും ഒക്കെ സാറിനും അറിയായിരുന്നു. അവരിതൊക്കെ നേരത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ചായിരുന്നു. എങ്കിൽ നിന്റെ സാറിനോട് പറ എന്നെ കൂടെ അങ്ങ് ഇറക്കാൻ. ചെയ്യും ചേച്ചി. സാറിനോട് അങ്ങനെയാ പറഞ്ഞത്. ചേച്ചി പുറത്ത് വേണമെന്നാ സാറ് പറഞ്ഞത്. എന്റെ ദൈവമേ, അങ്ങനെ പറഞ്ഞോ? ആ ആ പൊടിക്കൊച്ചിന്റെ പ്രാർത്ഥന കൊണ്ടാ. ദൈവം തമ്പുരാൻ ഇത് കാണാതിരിക്കുവോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ, നമ്മൾ രണ്ടുപേരും കൂടെ മുറുകെ പിടിച്ചങ്ങ് നിന്നാ മതിയെന്ന്. ഒരുത്തനും അടുക്കത്തില്ല, ഒരുത്തനും. അപ്പൊ ചേച്ചി ഞാൻ ഇറങ്ങിക്കോട്ടെ. കോടതിയിലെ ജാമ്യത്തിന്റെ കാര്യത്തിനൊക്കെ സാറിന്റെ ആരെങ്കിലും അയച്ചോളൂ. സമാധാനമായി.